നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചില വീടുകളിൽ കയറുമ്പോൾ നമ്മൾക്ക് ഒരു പ്രത്യേക അനുഭവം തോന്നാറുണ്ട്. കാരണമൊന്നും മനസ്സിലാകില്ല, പക്ഷെ ആ ഒരു വീട്ടിൽ ഒരു ഭാരം പോലുള്ള ഒരു ഫീലിംഗ് ഉണ്ടാകും. ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ അത് അനുഭവപ്പെട്ടിട്ടുണ്ടാകാം. ചില വീടുകളിൽ കയറുമ്പോൾ മനസ്സിന് ശാന്തി കിട്ടും. അവിടെ ഇരിക്കുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി അനുഭവപ്പെടുന്നതായിട്ട് നമുക്ക് തോന്നും. പക്ഷെ ചില വീടുകളിൽ അതിൻ്റെ വിപരീതം സംഭവിക്കും. അവിടെ കയറുമ്പോൾ തന്നെ മനസ്സിന് അസ്വസ്ഥത തോന്നും. മനസ്സിന്റെ ഉള്ളില് കാരണമറിയാത്ത ഒരു പേടി ഉണ്ടാകാം. അവിടെ അധിക സമയം നിൽക്കാൻ തന്നെ തോന്നാത്ത ഒരു അവസ്ഥ. ഇത് വെറും ഒരു ഭ്രമമാണോ, അല്ലെങ്കിൽ ഇതിന് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ? ആത്മീയ വിശ്വാസങ്ങൾ പറയുന്നത് എന്തെന്നാൽ, ചില വീടുകളിൽ നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ ചിലപ്പോൾ കൂടോത്രം പോലുള്ള ദോഷശക്തികൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കാം. ഇങ്ങനെയുള്ള ഇത്തരം ശക്തികൾ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ അത് ആ വീട്ടിലും അവിടെ താമസിക്കുന്ന ആളുകളിലും ചില പ്രത്യേക ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങും. ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഒരു വീട്ടില് നെഗറ്റീവ് എനർജി ഉണ്ടെന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ കൂടോത്രം ഏറ്റിട്ടുണ്ട് എന്ന് കാണിക്കുന്ന 10 പ്രധാന ലക്ഷണങ്ങളെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ ഇനി സമയം കളയാതെ ആ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ഒന്നൊന്നായിട്ട് മനസ്സിലാക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതൊന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഒരു വീട്ടില് നെഗറ്റീവ് എനർജി ഉണ്ടെന്ന് പറയപ്പെടുന്ന ഏറ്റവും ആദ്യത്തെ ലക്ഷണം എന്ന് പറയുന്നത് ആ വീട്ടിലെ സമാധാനം നഷ്ടപ്പെടുന്നതാണ്. വീട്ടിലെ സമാധാനം നഷ്ടപ്പെടുക എന്ന് പറയുമ്പോൾ ആ ഒരു വീട്ടിൽ നിരന്തരം വഴക്കുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ചെറിയ കാര്യങ്ങൾ പോലും വലിയ വഴക്കുകളായി മാറും. ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്ക്, മാതാപിതാക്കളും മക്കളും തമ്മിൽ അഭിപ്രായ ഭേദം, കുടുംബാംഗങ്ങൾ തമ്മിൽ അനാവശ്യ കോപം. ചിലപ്പോൾ വഴക്കിന് കാരണമൊന്നുമില്ലെങ്കിലും പെട്ടെന്ന് തർക്കം തുടങ്ങും. ഇത് ആവർത്തിച്ച് സംഭവിക്കുമ്പോൾ വീട്ടിലെ സമാധാനം പൂർണ്ണമായും നഷ്ടപ്പെടും. ഈ ഒരു കാര്യമാണ് ഇതിൽ പറയുന്ന ഒന്നാമത്തെ ലക്ഷണം. ഇനി അടുത്തതായിട്ട് രണ്ടാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ആ വീട്ടിൽ കയറുന്ന സമയത്ത് തന്നെ മനസ്സിന് അസ്വസ്ഥത തോന്നുന്നതാണ്. ചില വീടുകളിൽ കയറുമ്പോൾ നമുക്ക് മനസ്സിന് ശാന്തി ലഭിക്കും, ഒരു പോസിറ്റീവ് എനർജി ആയിരിക്കും ലഭിക്കുന്നത്. എന്നാൽ ചില വീട്ടിൽ അവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ഒരു ഭാരമുള്ളത് പോലുള്ള ഒരു ഫീലിംഗ് ഉണ്ടാവും. ഒരു നെഗറ്റീവ് എനർജി നമ്മളെ ചുറ്റിപ്പറ്റുന്നത് പോലെ, അല്ലെങ്കിൽ മൊത്തത്തിൽ ഒരു അസ്വസ്ഥത നമുക്ക് ഫീൽ ചെയ്യും. അവിടെ അധിക സമയം നിൽക്കാൻ തന്നെ തോന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു വീട്ടിൽ നെഗറ്റീവ് എനർജി ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഇനി മൂന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് വീട്ടിലുള്ള ആളുകൾക്ക് കാരണം കണ്ടെത്താനാകാത്ത ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതാണ്. പല കാരണങ്ങൾ കൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ വരാം. പക്ഷെ ഈ ഒരു നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ ഒരു കൂടോത്രം ബാധിക്കുക എന്ന് പറയുന്നതും പലപ്പോഴും ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കാറുണ്ട്. തലവേദന, ക്ഷീണം, ശരീരവേദന. ഡോക്ടറെ കാണിച്ചാലും വലിയ പ്രശ്നമൊന്നും കണ്ടെത്താനാകില്ല. അല്ലെങ്കിൽ ഡോക്ടറിനെ നമ്മൾ കാണിക്കുന്ന സമയത്ത് ഡോക്ടർ പറയും ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ല. പക്ഷെ നമുക്ക് ആ ഒരു വേദനയിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു അസുഖത്തിൽ നിന്നും പുറത്തു കടക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാവുക, ആ ഒരു പ്രശ്നം തുടർന്നുകൊണ്ടേയിരിക്കുക. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഉറപ്പിക്കാം ആ വീട്ടിൽ ഏതോ തരത്തിലുള്ള നെഗറ്റീവ് എനർജി കുടിയേറിയിട്ടുണ്ട് എന്നുള്ളത്. ഇനി നാലാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ദുസ്വപ്നങ്ങൾ കാണുന്നതാണ്. രാത്രിയിൽ കിടക്കുന്ന സമയത്ത് ദുസ്വപ്നങ്ങൾ കാണുന്നത്, ഇരുണ്ട സ്ഥലങ്ങൾ, വീഴുന്ന തരത്തിലുള്ള സ്വപ്നങ്ങൾ, ആരോ പിന്തുടരുന്നത് പോലെയുള്ള സ്വപ്നങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ ഭയപ്പെടുത്തുന്ന, നമുക്ക് ശരിയായ രീതിയിൽ ഉറക്കം നൽകാത്ത രീതിയിലുള്ള സ്വപ്നങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു വീടിനേറ്റിട്ടുള്ള നെഗറ്റീവ് എനർജിയുടെ സാന്നിധ്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. ആ ഒരു കാര്യം, ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ നമ്മൾ ചെയ്താൽ മാത്രമേ അതിൽ നിന്നും പുറത്തു കടക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി അഞ്ചാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് വീട്ടിലെ ചെടികൾ പെട്ടെന്ന് ഉണങ്ങിപ്പോകുന്നതാണ്. ചെടികളെ എത്ര നല്ല രീതിയിൽ നോക്കിക്കഴിഞ്ഞാലും അവ പെട്ടെന്ന് നശിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ചില ആത്മീയ വിശ്വാസങ്ങൾ പറയുന്നത് നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ പ്രകൃതിയുടെ ജീവശക്തി കുറയാം എന്നുള്ളതാണ്. വീട്ടിൽ തുളസിയൊക്കെ വളരെ പെട്ടെന്ന് കരിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നശിച്ചു പോകുന്നുണ്ടെങ്കിൽ, ഇനി തുളസി എന്നില്ല, ഏതൊരു ചെടിയായാലും നമ്മൾ നല്ല രീതിയിൽ നട്ടുപരിപാലിക്കുന്ന ചെടികൾ വളരെ പെട്ടെന്ന് ഒരു ശോഷിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ആ വീട്ടിലെ നെഗറ്റീവ് എനർജിയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കാണുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കുക, നമ്മുടെ വീട്ടിൽ ഏതോ തരത്തിലുള്ള ഒരു നെഗറ്റീവ് ശക്തി ബാധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഏതോ തരത്തിലുള്ള ഒരു കൂടോത്രം ഏറ്റിട്ടുണ്ട് എന്നുള്ളത് തിരിച്ചറിയുക. അപ്പൊ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ, പരിഹാര മാർഗങ്ങൾ ചെയ്താൽ മാത്രമേ പിന്നീട് നമുക്ക് ഈ കാര്യങ്ങളൊക്കെയും ക്ലിയർ ആയിട്ട് വരത്തുള്ളൂ.
ഇനി അടുത്ത ലക്ഷണം, ആറാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് സാമ്പത്തിക പ്രശ്നങ്ങൾ കൂടുന്നതാണ്. പണം വരും, പക്ഷെ അത് ഉടനെ തന്നെ ചെലവായി പോകും. എത്ര ശ്രമിച്ചിട്ടും ഒരു പുരോഗതി ഉണ്ടാകുന്നില്ല. വരവിനേക്കാൾ കൂടുതൽ ചിലവുകൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. പല കാരണങ്ങൾ കൊണ്ട് സാമ്പത്തിക നഷ്ടങ്ങൾ സംഭവിക്കാം അല്ലെ. പക്ഷെ നമ്മുടേതല്ലാത്തതായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ നമുക്ക് പോലും ചിലപ്പോൾ പിടിച്ചാൽ കിട്ടാത്ത രീതിയിലുള്ള സാഹചര്യങ്ങൾ വരികയും അതോടൊപ്പം സാമ്പത്തികമായിട്ടുള്ള നഷ്ടങ്ങൾ സംഭവിക്കുകയും കടബാധ്യതകൾ വർദ്ധിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ആ ഒരു കാരണത്തെ നമുക്ക് കണ്ടെത്താൻ പോലും സാധിക്കുന്നില്ല എങ്കിൽ ഉറപ്പിക്കാം ഇത് തീർച്ചയായിട്ടും ഏതോ തരത്തിലുള്ള ഒരു നെഗറ്റീവ് എനർജിയുടെ ശക്തി കൊണ്ടാണ് എന്നുള്ളത്. ഇനി അടുത്ത ലക്ഷണം, ഏഴാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് പൂജാമുറിയിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങളാണ്. എല്ലാ വീടുകളിലും പൂജാമുറി ഉണ്ടായിരിക്കണമെന്നില്ല. ഇനി പൂജാമുറി ഇല്ല എങ്കിലും നമ്മൾ വിളക്ക് വയ്ക്കുന്ന ഒരു സ്ഥാനം ഉണ്ടാകും. വിളക്ക് തെളിയിച്ച് എടുത്തു വയ്ക്കുന്ന ഒരു സ്ഥാനം നമ്മളവിടെ വളരെ വൃത്തിയായിട്ട് ശുദ്ധിയായിട്ട് സൂക്ഷിക്കുന്ന സ്ഥാനമാണ് അല്ലെ. അപ്പോൾ അങ്ങനെ ഒരു സ്ഥാനത്ത് ഏതെങ്കിലും തരത്തിലുള്ള ജീവികൾ ചത്തുകിടക്കുന്നത്, അതുപോലെ തന്നെ വിളക്കായാലും അഗർബത്തി ആയാലും ഒക്കെ പെട്ടെന്ന് അണഞ്ഞു പോകുന്നത്, ദൈവത്തിന്റെ ചിത്രങ്ങൾ നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ അത് താഴെ വീഴുന്നത്, പൊട്ടിപ്പോകുന്നത്, ഇങ്ങനെയൊക്കെയും ഉണ്ടാകുന്നത് വീട്ടിൽ നെഗറ്റീവ് എനർജി ഉണ്ട് എന്ന് സൂചിപ്പിക്കുന്നതിന്റെ ലക്ഷണങ്ങളാണ്. ഇവ ചിലപ്പോൾ ആളുകൾ ശ്രദ്ധിക്കുന്ന സൂചനകളാണ്. അതായത് നമുക്ക് നമ്മുടെ പൂജാമുറിയിൽ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഒരു ഭയം ഉണ്ടാകും. അപ്പോൾ അതൊക്കെയും തന്നെ നെഗറ്റീവ് എനർജിയുടെ സ്വാധീനത്തെയാണ് കാണിക്കുന്നത്. ഇനി അടുത്ത ലക്ഷണം, എട്ടാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് വീട്ടിലെ അപ്രതീക്ഷിത ശബ്ദങ്ങൾ കേൾക്കുന്നതാണ്. ഇത് ഒരുപക്ഷെ എല്ലാവർക്കും കേൾക്കാൻ സാധിച്ചു എന്ന് വരില്ല. വീട്ടിലെ ഒരാൾക്കായിരിക്കും ഇത് കൂടുതലായിട്ടും അനുഭവപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ ആ ഒരു വ്യക്തിക്കാണ് കൂടോത്രം കൂടുതലായിട്ടും ബാധിച്ചിട്ടുള്ളത് എന്ന് തിരിച്ചറിയുക. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ വീട്ടിൽ ഒരു വ്യക്തിക്ക് മാത്രമാണ് ഈ ഒരു കാര്യങ്ങളൊക്കെയും ആദ്യം അനുഭവപ്പെടുന്നതെങ്കിൽ ആ വ്യക്തിക്കാണ് കൂടോത്രം ഏറ്റിട്ടുള്ളത് അല്ലെങ്കിൽ നെഗറ്റീവ് എനർജി ബാധിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക. എന്നാൽ ആ വ്യക്തി തുടരെ നമ്മൾ അതിന് വേണ്ടുന്ന പരിഹാരങ്ങളൊന്നും ചെയ്തിട്ടില്ല എങ്കിൽ ആ വ്യക്തിയിൽ നിന്നും ആ വീട്ടിലേക്കും അത് വ്യാപിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുന്ന സമയത്ത് എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ ചെയ്യണം. അപ്പൊ ഞാൻ ഈ പറഞ്ഞതുപോലെ വീട്ടിലെ ചില അപ്രതീക്ഷിത ശബ്ദങ്ങൾ കേൾക്കുന്നതാണ് എട്ടാമത്തെ ലക്ഷണം എന്ന് പറയുന്നത്. രാത്രിയിലെ എന്തൊക്കെയോ വീഴുന്ന ശബ്ദം അല്ലെങ്കിൽ പാദശബ്ദം പോലുള്ള ശബ്ദങ്ങൾ, പക്ഷെ നോക്കുന്ന സമയത്ത് ആരുമില്ല അല്ലെങ്കിൽ ഒന്നും കാണാനായിട്ട് കഴിയില്ല. ഇതാണ് എട്ടാമത്തെ ലക്ഷണം. ഇനി ഒമ്പതാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് വീട്ടിലെ മൃഗങ്ങളുടെ പ്രതികരണമാണ്. നായകള് ചില ഭാഗങ്ങളിൽ കുരയ്ക്കുക, പൂച്ചകൾ പേടിച്ചോടുക, ഇത് ചിലപ്പോൾ ആളുകൾ ശ്രദ്ധിക്കുന്ന കാര്യങ്ങളാണ്. ഇനി പത്താമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ജീവിതത്തിൽ പെട്ടെന്ന് തടസ്സങ്ങൾ ഉണ്ടാകുന്നതാണ്. അപ്രതീക്ഷിതമായിട്ടുള്ള തരത്തിലുള്ള തടസ്സങ്ങൾ വരുന്നത്, ജോലി തടസ്സപ്പെടുക, നിങ്ങളുടെ പ്ലാനുകൾ നടക്കാതിരിക്കുക, വീട്ടിൽ സന്തോഷം കുറയുക, ഇതൊക്കെയായിട്ട് ആളുകൾക്ക് അനുഭവപ്പെടാറുണ്ട്. നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലായിരിക്കും ഈ തടസ്സങ്ങൾ വരുന്നത്. അത് ഒരുപക്ഷെ നിങ്ങളെ മൊത്തത്തിൽ കുലുക്കിയേക്കാം അല്ലെങ്കിൽ മൊത്തത്തിൽ ബാധിച്ചേക്കാം. എന്തായാലും ഒരു കാര്യം നിങ്ങൾ ഓർമ്മിക്കുക, ദൈവവിശ്വാസവും പ്രാർത്ഥനയും ഉള്ളിടത്ത് ഒരു ദോഷശക്തിയും അധികം ശക്തിപ്പെടില്ല എന്നതാണ്. അതുകൊണ്ട് തന്നെ വീട്ടിൽ ദിവസവും ദീപം തെളിയിക്കുക, ദൈവനാമം ജപിക്കുക, വീട് ശുദ്ധിയായി സൂക്ഷിക്കുക. ഇവയാണ് ഏറ്റവും വലിയ ആത്മീയ സംരക്ഷണം എന്ന് പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഷെയർ ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സ് വഴി അറിയിക്കാനും മറക്കരുത്. നന്ദി.